ആ ഒരു ക്രിസ്മസ് രാത്രിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് ആ കുടുംബവും സ്വപ്നം കണ്ടു. ആ അമ്മ ആ കുഞ്ഞിനെ ആവോളം താലോലിച്ചു. എന്നാൽ പ്രതീക്ഷകൾ തകർന്നു. തൻ്റെ കുഞ്ഞിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അവൾ തിരിച്ചറിയുകയാണ്. തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു ചില്ല് കൂടാരം പോലെ പൊട്ടി തകരുകയാണ്. താൻ കണ്ട സ്വപ്നത്തേക്കാൾ മൂല്യമുള്ള നക്ഷത്രം അവളിലുണ്ടെന്ന് അമ്മ മറ്റ് സഹായങ്ങളോടെ തിരിച്ചറിയുകയാണ്. അവളിൽ ഒളിഞ്ഞു കിടന്ന ആ നക്ഷത്രത്തെ അമ്മ കണ്ടെത്തി. മണൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കലാകാരിയായി അവൾ വളർന്നു. നാളുകൾ കഴിഞ്ഞുപോയി. ശലഭങ്ങൾ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഫോർ ചിൽഡ്രൻ സ്വപ്ന നക്ഷത്രം സീസൺ 2 നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നു. Sleep in heavenly peace. Sleep in heavenly ഞാൻ ഈ അവസരത്തിൽ എന്താണ് ഒരു 2 വാക്ക് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട് എൻ്റെ മോളെ നിങ്ങൾ അംഗീകരിക്കുന്നതിന്, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഈ ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്നതിനായി നമ്മുടെ കരോൾ സംഘം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കരോൾ സംഘത്തെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി മേം ഒന്ന് നിൽക്കണേ. മേം, ഞാനൊരു യൂട്യൂബർ ആണേ, ഇൻഫ്ലുവൻസർ എന്നും പറയാം. കഴിഞ്ഞ വർഷത്തെ സ്വപ്നനക്ഷത്രം ഞാൻ കണ്ടായിരുന്നു. കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണു നിറഞ്ഞുപോയി. ആ മോള് വളർന്ന് ഇത്രയും വലിയ പ്രതിഭയായെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. മാമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് മാമിന്റെയും മോളുടെയും സ്റ്റോറി ഒന്ന് പറയാമോ? സ്റ്റോറിയോ? ഇതെനിക്കൊരു സ്റ്റോറിയല്ല, ജീവൻ മരണ പോരാട്ടമായിരുന്നു. അയ്യോ മാം, ഞാനതല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു ഫ്ലോയിൽ അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. ആരും ഇല്ലെന്നേ, ഞാനും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അന്നമോളുടെ കഥ പറയണേ, ഞാൻ ആദ്യം എന്റെ കഥ പറയണം. നിങ്ങൾക്ക് സമയമുണ്ടാകുമോ? ഓ, അതിനെന്താ മാം, നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. ഒരു മിനിറ്റ് മാം, സെറ്റ് അല്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് പലർക്കും പരിചയം കാണും. സ്വപ്ന നക്ഷത്രത്തിലൂടെ നമ്മളെ ഏവരുടെയും പ്രിയങ്കരിയായ അന്നമോളുടെ അമ്മയാണ്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. പറയൂ മാം. ഇത് കേൾക്കുമ്പോൾ സിനിമാ കഥയായിട്ടൊന്നും തോന്നരുത് കേട്ടോ. ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. മദ്യപാനിയായിരുന്നു അച്ഛൻ. ഞങ്ങൾ 4 മക്കളായിരുന്നു. അച്ഛനോടുള്ള ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഞങ്ങളോട് തീർക്കുമായിരുന്നു ഞങ്ങളുടെ അമ്മ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പോരാളി. എൻ്റെ അമ്മ പാവ, പക്ഷെ ജീവിതം അങ്ങനെ ആക്കിയതാ. കുരുത്തക്കേടൊന്നും കാണിച്ചില്ലെങ്കിലും അമ്മ ഓടിച്ചിട്ട് അടിക്കുമായിരുന്നു.
രാത്രിയിലൊക്കെ വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങും. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലായിരുന്നു. പഠിക്കാനായിട്ട് പുസ്തകം വല്ലതും വേണമെന്ന് ചോദിച്ചാൽ അപ്പം പറയും, ആ മൂലക്കെങ്ങാനും ചെന്നിരിക്കും പിള്ളേരെ, പിന്നെ നീയൊക്കെ പഠിച്ചിട്ട് കളക്ടർ ആവാൻ പോവല്ലേ, 10 പൈസ ഉണ്ടാക്കിയിട്ട് വേണേ പോയി പഠിച്ചു എന്ന്. കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേട്ടെന്ന് കരുതി ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ എനിക്ക് കുറച്ച് പൈസ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നന്നായി പഠിക്കണേന്ന്. പഠിക്കാൻ പോകുന്നത് അറിഞ്ഞ് ഞങ്ങളുടെ അയൽവാസി ജോസഫ് സാറും തന്നു കുറച്ച് പൈസ. മോളെങ്കിലും പോയി രക്ഷപ്പെടാൻ അദ്ദേഹവും പറഞ്ഞു. ആദ്യമായിട്ടാ എനിക്ക് ചുറ്റും ഇത്രയും നല്ല മനുഷ്യനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. പഠിക്കാൻ കയറിയപ്പോൾ തന്നെ വിചാരിച്ചതാ ഇനിയെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ തുണിക്കടയിലും പിള്ളേർക്ക് ട്യൂഷനും എടുത്തുമൊക്കെ എൻ്റെ പഠനത്തിനുള്ള ചിലവ് ഞാൻ തന്നെ കണ്ടെത്തിയിരുന്നു. ജോലി വാങ്ങണമെന്നുള്ള എൻ്റെ ലക്ഷ്യത്തിന് ആക്കം കൂട്ടാനാണ് ഇവളുടെ അച്ഛൻ ആദ്യമായിട്ട് വരുന്നത്. പഠന പ്രചോദനം പിന്നെ അതങ്ങ് പ്രണയ പ്രചോദനമായി മാറി. അത് പഠനത്തിന് ഊർജ്ജവും തന്നു. ഒന്നിക്കണേ എനിക്ക് നല്ലൊരു ജോലി വേണം, എന്നാലേ ഹൈ ലെവലായ ഇച്ഛായൻ്റെ വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റൂ. സോറി, അറിയാതെ ആ പഴയ കാലത്തിലേക്ക് പോയതാ. ഇതൊന്നും ഓർക്കാറേ ഇല്ല. പിന്നെ ഇയാൾ ചോദിച്ചത് കൊണ്ടങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ബോറടിപ്പിച്ചോ? ഏയ് ഇല്ല മാം, ഞാൻ ഫുള്ള് ത്രില്ലിലാണ്. മാം പറഞ്ഞോളൂ. അങ്ങനെ PSC എഴുതി അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടി. വീട്ടിലെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വന്നില്ല. ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ചേട്ടൻ്റെ ഫോൺ വരെ ചാർജ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ. അപ്പൻ്റെ കരളടിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഒരല്പം കള്ളുകൂടി കുറഞ്ഞു. പക്ഷേ ചീത്തവിളിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. വലിയ ശമ്പളക്കാരി അല്ലെങ്കിലും സർക്കാർ ജോലി ആയതുകൊണ്ട് വലിയ എതിർപ്പൊന്നും ഇല്ലാതെ കല്യാണവും സെറ്റായി. ആ ചെലവും എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ഇച്ചായൻ്റെ വീട്ടിൽ ഓക്കെ ആയിരുന്നു. പ്രതീക്ഷിച്ചത്ര സീനൊന്നും ഉണ്ടായില്ല. അമ്മയ്ക്ക് ഞാൻ മരുമോളല്ലായിരുന്നു, മോളായിരുന്നു. ആദ്യമായിട്ടാ എനിക്കൊരു അമ്മയിൽ നിന്ന് ഇത്രയും സ്നേഹം ലഭിക്കുന്നത്. എനിക്ക് ആഹാരം വിളമ്പി തരുമായിരുന്നു. കഴിച്ചോ, മോൾക്ക് സുഖമാണോ, എന്തെങ്കിലും വേണോ? ഞാൻ ഏതോ ഒരു സ്വർഗത്തിലായിരുന്നു. ഹോ, ഇങ്ങനൊരു അമ്മായിമ്മനെ കിട്ടാനും ഭാഗ്യം ചെയ്യണം. ഭാഗ്യം? അതെ, ഭാഗ്യം ചെയ്യണം. കഥ മുഴുവൻ കേട്ടില്ലല്ലോ സഹോദര. അങ്ങനെ ഞാൻ ഗർഭിണിയായി. ഭയങ്കര കരുതൽ, സ്നേഹം വാരിക്കോരി തന്നു. ആശുപത്രി ചെലവും കയറി. എനിക്ക് വീട്ടിലേക്ക് ചെലവ് കാശ് പോലും കൊടുക്കാൻ പറ്റാതെയായി. അപ്പൻ്റെ രോഗവും മൂർച്ഛിച്ചു വന്നു. ആങ്ങള മിക്കപ്പോഴും ഓഫീസിൽ വന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു എന്നെ നാണം കെടുത്താൻ. പതിവില്ലാതെ ഒരു ദിവസം അമ്മ വന്നു. സ്നേഹമാ പാവത്തിന്. പക്ഷേ നിവൃത്തികേട് കൊണ്ടാ. പ്രസവത്തിന് എൻ്റെ വീട്ടിലേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഞാൻ ഇച്ചായൻ്റെ വീട്ടിൽ തന്നെ നിന്നോളാമെന്ന്. ഞാനും ഇച്ചായനും ഓരോ ദിവസവും സ്വപ്നം കാണുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വരവിനെക്കുറിച്ച്, അവൻ എന്തെല്ലാം വാങ്ങണമെന്നതിനെക്കുറിച്ച്. പക്ഷേ ഒരു വട്ടം ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന്. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു. ചിലവൊന്നും കയ്യിൽ നിന്നില്ല, കടം വാങ്ങേണ്ടി വന്നു. എനിക്കും ഉണ്ടായി എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ്. ആശുപത്രിയിൽ തുടരേണ്ടി വന്നു. കുഞ്ഞിന് പാല് കൊടുക്കാൻ മാത്രമാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പ്രസവത്തെ തുടർന്ന് എനിക്ക് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഇച്ചായനും പ്രമോഷനായി. ഇച്ചായനും ജോലി തിരക്ക് കൂടി വന്നു. ഈ സമയം ഞങ്ങളുടെ അമ്മയുടെ മട്ട് മാറി വന്നു. കാര്യം വേറൊന്നുമല്ല, അമ്മ പ്രതീക്ഷിച്ചത് പെൺകുഞ്ഞിനെ അല്ല, മറിച്ചൊരു ആൺകുഞ്ഞിനെ ആയിരുന്നു. കിട്ടിയതോ ഒരു പെൺകുഞ്ഞിനെ. അമ്മയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റവും വീട്ടുജോലിയും ഓഫീസിലെ തിരക്കും എല്ലാം കൊണ്ടും ഞാനും ആകെ മടുത്തിരുന്നു. തിരികെ വാങ്ങി നീ ഇന്ദ്രജാലം തളരുമുയിരിൽ മന്ത്രമായി കിരണമേ കൈവിടുകയാണോ നീ? അലിവേ അറിവേ പൊഴിയുന്നിതൾ പാതാരവും തരണേ കനിവേ നിൻ സാന്ത്വനങ്ങൾ നൽകണേ പരനേ ധര
ജോലി തീർക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കാർട്ടൂണോ ടിവിയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിൽ മുഴുകി. അവളുടെ ലോകം പിന്നെ കാർട്ടൂണുകളായി മാറി. ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ സമയം കുഞ്ഞിക്കൈ വളരുന്നതും ഇവളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴെല്ലാം പിന്നെ ഇവളുടെ കയ്യിലേക്ക് മൊബൈൽ വന്നു തുടങ്ങി. പക്ഷേ ഇവൾ വ്യത്യസ്തയാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ലായിരുന്നു. എത്ര വാതിലുകൾ മുട്ടി, പല ഡോക്ടർമാരെയും കണ്ടു, ഒന്നിനും ഒരു ഫലം ഉണ്ടായില്ല. ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങകലെ എരുതിക്കടലിൻ അക്കരെ അക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമായി. എങ്ങിവിടെ കഥനക്കടലിൻ ഇക്കരെ ഇക്കരെ നമ്മളിരിപ്പു കണ്ണീർ കനവുമായി. പൊൻപുലരി ഉണർന്നോ ദൂരെ, പൂവന്തിച്ചു വന്നോ ദൂരെ, ഒരു സാന്ത്വന മന്ത്രം പോലെ, ഒരു സംഗമരാഗം പോലെ. ഇനി എന്നാ സ്വപ്നം പോകുമോ, ഇനി എന്നാ സ്വർഗം കാണുമോ. അങ്ങകലെ എരുതിക്കടലിൻ അക്കരെ അക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമായി. എങ്ങിവിടെ കഥനക്കടലിൻ ഇക്കരെ ഇക്കരെ നമ്മളിരിപ്പു കണ്ണീർ കനവുമായി. ഈ സ്നേഹമരികത്തു ചിരി തൂകി നിൽക്കുമ്പോൾ ആശ്രയമെന്തിനു വേറെ. ഈ കൈകൾ താങ്ങും തണലുമായുള്ളപ്പോൾ വീടെനിക്കെന്തിനു വേറെ. കര കാണാ കായൽ നീന്താം, എതിർ കാണാ കിളിയായി പാടാം, ഈ ലഹരിയിൽ ഒഴുകാമാടാം, ഒരു തീരം തേടി പോകാം. ഇതുവഴിയേ ഇനി വരുമോ പുതുപുത്തനുഷസിൻ തേരൊലി, ഒരു പുതുയുഗ സന്ധ്യാശംഖോലി. അപ്പോ ഡോക്ടർമാർക്ക് എന്താ പറയുന്നേ? ചിലർ പറയുന്നത് മൊബൈലിന്റെ അമിത ഉപയോഗം കൊണ്ട് മോളിങ്ങനെ ആയതെന്നാ. മറ്റു ചില ഡോക്ടർമാർ പറയുന്നത് ഇത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ, എല്ലാം ശരിയാവുമെന്ന്. ഇനി ഒരു കൂട്ടരാണെങ്കിലോ കുറേ ടെസ്റ്റുകൾ ചെയ്തു, ഒന്നിനും ഒരു ഫലം ഉണ്ടായില്ല, കയ്യിലെ കുറേ പൈസ പോയെന്നല്ലാതെ. അതൊക്കെ പോട്ടെ, സമൂഹം ഞങ്ങളോട് കാണിക്കുന്ന അവഗണനയുണ്ടല്ലോ, അതാ ഒട്ടും സഹിക്കാൻ പറ്റാത്തെ. ഇവളെയും കൊണ്ട് എന്തെങ്കിലും ഫംഗ്ഷന് പോയാലോ എല്ലാവരുടെയും കണ്ണ് ഇവൾക്ക് നേരെയാ. ഇനി എവിടെയെങ്കിലും ആക്കിയിട്ട് പോകാമെന്ന് വെച്ചാലോ എങ്ങനെയാ സമാധാനമായിട്ട് പോയിട്ട് വരാൻ പറ്റുമോ? കൂടെ നിൽക്കേണ്ട കുടുംബക്കാർ പോലും കുറ്റപ്പെടുത്താനേ നേരമുള്ളൂ. എന്തിന്? എൻ്റെ സ്വന്തം അമ്മ വരെ പറഞ്ഞു കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ വളർത്താൻ കൂടെ പഠിക്കണമെന്ന്. കൂട്ടുകാർ പറഞ്ഞു കുഞ്ഞിനെ ഏതെങ്കിലും സ്കൂളിൽ വിടാൻ, അപ്പോൾ എല്ലാം ശരിയായിക്കോളൂന്ന്. അങ്ങനെ സ്കൂളിൽ പോയപ്പോഴോ അവർക്കിങ്ങനൊരു കുഞ്ഞിനെ വേണ്ടത്രേ. ഇപ്പോൾ മാറ്റം വരുമെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ പോയി, കയ്യിൽ കുറേ പണം പോയതല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. എനിക്ക് എൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. വിദേശത്ത് പോകാൻ ഒരു അവസരം വന്നു, അതും വേണ്ടാന്ന് വെച്ചു. സ്നേഹത്തിൻ്റെ രീതികളെല്ലാം മാറി തുടങ്ങി. എന്തിന്? സ്വന്തം ഭർത്താവ് പോലും. ഒരുപക്ഷെ കാശിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാകാം, പിന്നെ മകളെക്കുറിച്ച് ഓർത്തിട്ടും ആവാം. പതിയെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ചികിത്സയ്ക്ക് കൊണ്ടുപോയി അറിയാത്തവരെ കൂടി അറിയിക്കൂ എന്നായി അമ്മായിയമ്മ. സ്റ്റാറ്റസിൻ്റെ പ്രശ്നമേ. പക്ഷേ പലപ്പോഴും അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കെന്തോ മാനസിക പ്രശ്നമാണെന്ന്. ഹാവ്, എനിക്കറിയില്ല. അമ്മ പൊന്നുമോള് കരയുന്ന എന്തിനാ? അമ്മ ഇവിടെ ഇല്ലേ? കരയല്ലേടാ. അയ്യോ, അപ്പൊ ഇതൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ലേ? ഒരു മിനിറ്റ് പറയാവേ. മക്കളെ നീയല്ലേ ആരിരാരോ പാട്ടല്ലേ കാലമെനിക്കായി കയ്യിൽ തന്ന നിധേ സ്നേഹമഴ
മായകൾ പലതും വന്നാലും പൂനിലവായി മടിയിൽ നീയില്ലേ. ഏതുലകം പകരം തന്നാലും ഈ ഹൃദയം പിടയും നിന്നെ കാണാൻ. പണ്ട് പഠിക്കണം എന്നതായിരുന്നു വാശി. ഇപ്പോൾ എന്നെക്കൊണ്ട് ഇവൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന വാശി. പലരും എന്നെ പലതും പറഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ ഞാൻ ഇറങ്ങി. അങ്ങനെ തെറാപ്പികൾ തുടങ്ങി. കയ്യിലെ കാശ് തീരുമ്പോൾ തെറാപ്പികൾ മുടങ്ങും. അപ്പോൾ എവിടെയെങ്കിലും മാറ്റം വന്നൊരു കുട്ടിയുടെ കഥ കേൾക്കും. അങ്ങനെ അങ്ങോട്ട് ഓടും. ഓട്ടമായി. പലയിടത്തും മാറി മാറി തെറാപ്പികൾ. എത്ര ഇടങ്ങൾ, എത്ര ആളുകൾ. ഇപ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. എല്ലാവരും വ്യത്യസ്തരാണ്. ഇവളും വ്യത്യസ്തയാണ്. എല്ലാവരെയും പോലെ ആയാൽ എങ്ങനെയാ, അല്ലേ? അങ്ങനെയാ ഞാൻ ശലഭങ്ങളിലെത്തുന്നത്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമുന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ അവിടെ ആദ്യ അസസ്മെന്റ് നടത്തി. ഒബ്സർവേഷൻ സെഷനെ കുറിച്ചും മോൾക്ക് നൽകേണ്ട പരിശീലനങ്ങളെക്കുറിച്ചും തെറാപ്പികളെക്കുറിച്ചും എല്ലാം അവരെന്നോട് വ്യക്തമായി പറഞ്ഞു നൽകി. പക്ഷേ ഈ സമയമെല്ലാം എൻ്റെ ആദ്യം ഫീസിനെ കുറിച്ചായിരുന്നു. എങ്ങനെ ഞാൻ ഫീസ് കൊടുക്കും? അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ PR-ഓയോട് പറഞ്ഞു. ആ സമയം PR പറഞ്ഞ വാക്കുകൾ എനിക്ക് എത്ര ആശ്വാസമായെന്നോ. കാശില്ലാത്തതുകൊണ്ട് ആർക്കും ചികിത്സ മുടങ്ങരുത്. ഇത് ലാഭത്തിനുള്ളൊരു സ്ഥാപനമല്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല സൗകര്യം ചികിത്സയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ചെലവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഫീസ്. ക്രിസ്മസ് ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ജനിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്തവനായിരുന്നല്ലോ യേശു. ആ യേശു മറ്റുള്ളവർക്ക് ഇടം ഒരുക്കാൻ ശ്രമിച്ച ആളും. അതിൻ്റെ തുടർച്ചയാണ് ഈ സ്ഥാപനം. പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ സ്കോളർഷിപ്പ് ഫോം ഉണ്ട്, ഞാനത് തരാം. ശലഭങ്ങളാണോ കുഞ്ഞിനെ ഇങ്ങനെ മിടുക്കിയാക്കിയത്? ഏയ്, അങ്ങനെ പറയാൻ ശലഭങ്ങൾ സമ്മതിക്കില്ല. അവര് പറയുന്നത് മാതാപിതാക്കളാ പ്രധാന തെറാപ്പിസ്റ്റുമാരെന്നാ. മാതാപിതാക്കളെ ശാസ്ത്രീയമായി സഹായിക്കുക മാത്രമാ അവര് ചെയ്യുന്നതെന്ന്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമുന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ
എന്താ കുഞ്ഞിങ്ങനെയാകാൻ കാരണം? അതൊക്കെ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതേ ഉള്ളൂ. പല കാരണങ്ങൾ നിഗമനത്തിലുണ്ട്. എൻ്റെ കുഞ്ഞിന് മാത്രമല്ല കേട്ടോ ഈ വ്യത്യസ്തതയുള്ളത്. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, കുഞ്ഞമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കുടുംബം ശ്രദ്ധിക്കണം. അമ്മ മാത്രമല്ല കേട്ടോ. കൂടാതെ കുഞ്ഞുങ്ങളുടെ ആദ്യ 2 വയസ്സ് വരെ ടിവിയോ ഫോണോ ഒന്നും കാണിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളോട് കൂടുതൽ ഇടപെടണം. മറിച്ച് അവഗണന കാണിച്ചാൽ കുട്ടിയുടെ സംസാരവും സാമൂഹികപരമായ കഴിവുകളെയും മാനസിക വളർച്ചയും എല്ലാം അത് ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മോളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? എന്താ മോളെ? ഓ, മൂക്ക് ശുശു വെക്കണോ? ആഹാ, കരയാതെ. കരയല്ലേ? അമ്മ ഇവിടെ ഇല്ലേ? അമ്മ ടോയ്ലറ്റിൽ കൊണ്ടാവേ. അയ്യോ, ഇവിടുത്തെ ടോയ്ലറ്റ് എവിടാന്ന് അറിയത്തില്ലല്ലോ. കരയല്ലേ മോളെ? മോള് വിഷമിക്കണ്ടടാ, അമ്മ കൊണ്ടുപോവല്ലോ. 1 മിനിറ്റ്, ഞാൻ മോളെ ഒന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് വരട്ടെ. എടാ, എല്ലാം കിട്ടിയല്ലോ അല്ലേ? ആ കണ്ണീര് വരുന്ന ക്ലോസ് എടുക്കാൻ കണ്ണ് ഞാൻ കാണിച്ചായിരുന്നു, അത് കിട്ടിയോ? അതൊക്കെ പിന്നെ എന്നെ പഠിപ്പിക്കണോ? എല്ലാ ഇമോഷനും നല്ലോണം ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റീച്ച് കൂട്ടും, വൈറലാക്കും. നല്ല മ്യൂസിക് കൂടി ഇട്ട് സെറ്റ് ആക്കണം. പിന്നെ ആ കാച്ചിങ് തമ്മനേം തന്നെ ഇടണം കേട്ടോ. അതെ, മറ്റൊന്നും തോന്നരുതേ. ഇത് പറയാതെ പോകാൻ പറ്റില്ല. അതാ, നിങ്ങൾക്കിതൊരു സ്റ്റോറി മാത്രമാ. പക്ഷേ ഇത് ജീവിക്കുന്നവർക്ക് അത്ര എളുപ്പമല്ല. പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. പ്രശ്നങ്ങളും ആദ്യം പോരാട്ടവും തുടരുന്നതേ ഉള്ളൂ. എന്തിന് ഇവിടെ മോളെ നിർത്തിയിട്ട് പോകാൻ പോലും പേടിയാ. ഇവളുടെ സുരക്ഷ, തുടർന്നുള്ള ജീവിതം, എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവളുടെ ജീവിതം, ഞാൻ എന്ത് നേടിയെന്നുള്ള കുറ്റപ്പെടുത്തൽ, കുത്തുവാക്കുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇവളുടെ ഭാവി എല്ലാം തുടരുന്നു. എന്നാൽ പ്രശ്നങ്ങളെ കാണുന്ന രീതിയിൽ മാത്രമാണ് മാറ്റം വന്നിരിക്കുന്നത്. അത് മതി. അതാണ് ഊർജം. പുതുവഴി കാണാനുള്ള പ്രതീക്ഷ. അതാണ് ക്രിസ്മസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാം അന്നമോളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് താ. ഞങ്ങൾ അന്നമോൾക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്താം. എന്നിട്ട് കുറച്ച് സിമ്പതി കിട്ടും, കുറച്ച് പണം കിട്ടും, തനിക്ക് കുറച്ച് റീച്ച് കിട്ടും. ഈ സിമ്പതിയും പുച്ഛവും എനിക്ക് എല്ലാം ഒരുപോലെയാണ്. നാളുകളായി ഞങ്ങളെ പിന്തുടരുന്ന ഒന്ന്, അലട്ടുന്ന ഒന്ന്. ആരുടെ സഹായം വേണ്ട. ഇത് അഹങ്കാരമല്ല, സിമ്പതി അല്ല ഞങ്ങൾക്ക് വേണ്ടത്. അതേപോലെ ഒരാളെയും ഞങ്ങളെയും കാണുക. നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുക. ഇവരുടെ വ്യത്യസ്തതയെ അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇനി വേണ്ടത്. അതൊരു നിമിഷത്തെ വൈബല്ല, കാണുമ്പോൾ ഉള്ള സുഖമല്ല, തുടർച്ചയാണ്. അതിനാ സ്വർഗം വിട്ട് യേശു താണ് ഏറ്റവും ഹീനം എന്ന് തോന്നുന്ന അവസ്ഥയിൽ വന്ന് ജനിച്ചത്. ആ ജനിച്ചവൻ ബലഹീനതയിൽ തരുന്ന ഒരു കൃപ, അത് മതി. തന്നെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, എന്റെ സങ്കടം പറഞ്ഞതാ. കേൾക്കാൻ നിന്നല്ലോ, നന്ദി. നിങ്ങളുടെ ചാനൽ വളരട്ടെ, എല്ലാവരും മാറി ചിന്തിക്കട്ടെ. അവർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം നിങ്ങളുടെ ചാനലിലൂടെ കിട്ടട്ടെ. ഹാപ്പി ക്രിസ്മസ്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ